കുക്ക് ബുക്ക് റെസിപ്പി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസാണ്. ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാംഗോ മിൽക്ക് ഷേക്ക്. ചേരുവകൾ: മാങ്ങ 1-2 എണ്ണം, പാൽ 1 ഗ്ലാസ്, പഞ്ചസാര ആവശ്യത്തിന്, ഐസ്ക്രീം ആവശ്യത്തിന്, ബദാം 10 എണ്ണം, സിറപ്പ് ചോക്ലേറ്റ് ഓർ സ്ട്രോബെറി. തയ്യാറാക്കുന്ന വിധം: മാങ്ങ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം, പഞ്ചസാര എന്നിവ ചേർത്ത് മിക്സിയിൽ അടിച്ച് കട്ടിയിൽ ജ്യൂസാക്കി എടുക്കുക. ഇതിലേക്ക് പാൽ ചേർത്ത് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. സെർവിങ് ഗ്ലാസ് എടുത്ത് കുറച്ച് ഐസ്ക്രീം ഇടുക. അതിലേക്ക് കുറച്ച് മാംഗോ ജ്യൂസ് ചേർത്ത് മുകളിൽ വീണ്ടും ഐസ്ക്രീം ചേർക്കുക. അതിന് മുകളിൽ ബദാം കഷ്ണങ്ങളും ചോക്ലേറ്റ് സിറപ്പും ചേർക്കാം. മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി. അടുത്ത റെസിപ്പി ഓറഞ്ച് ജ്യൂസാണ്. തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: ഓറഞ്ച് 2 എണ്ണം, പഞ്ചസാര പാകത്തിന്, ഐസ് 3 എണ്ണം. ഉണ്ടാക്കുന്ന വിധം: ഓറഞ്ച് മുറിച്ച് നീരെടുക്കുക. അതിലേക്ക് പഞ്ചസാരയും ഐസും ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഓറഞ്ച് ജ്യൂസ് റെഡി. അടുത്തത് മാങ്ങ പഴം ജ്യൂസാണ്. മാങ്ങ, റോബസ്റ്റ് പഴം 1 വീതം, പാൽ 2 കപ്പ്, പഞ്ചസാര 4 സ്പൂൺ, സ്ട്രോബെറി ഐസ്ക്രീം 1 കപ്പ്, സ്ട്രോബെറി എസൻസ് 2 തുള്ളി. ഇത്രയുമാണ് ആവശ്യമായ ചേരുവകൾ. തയ്യാറാക്കുന്ന വിധം: ജാറിൽ മാങ്ങ കഷ്ണങ്ങളാക്കിയതും റോബസ്റ്റ പഴം അരിഞ്ഞതും തണുപ്പിച്ച് കട്ടിയാക്കിയ പാലും പഞ്ചസാരയും ചേർത്ത് അടിക്കുക. അതിൽ സ്ട്രോബെറി എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ച് ഒരു ബേസിൽ പകർത്തുക. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യുമ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം 1 സ്പൂൺ വെച്ച് ഓരോ ഗ്ലാസ്സിലും ഡെക്കറേറ്റ് ചെയ്യുക. ചെറി അരിഞ്ഞതും കിസ്മിസും ചേർക്കാം. അടുത്തത് ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് റെസിപ്പിയാണ്. ഇതിലേക്ക് ആദ്യം 4 ക്യാരറ്റ് തൊലി കളഞ്ഞ് നന്നായി പുഴുങ്ങിയെടുക്കണം. ഇതിനെ മിക്സിയിലേക്കിട്ട് 1 കപ്പ് പാലും 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും 2 ഏലക്കായും ആവശ്യത്തിന് ഷുഗറും ചേർത്ത് നന്നായി അടിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ രുചിക്കൂട്ട് ആഡ് ചെയ്യുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി 10 അണ്ടിപ്പരിപ്പ് അതിൽ വറുത്തെടുക്കണം. അതിനുശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ജ്യൂസിലേക്ക് ചേർക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അറിയാത്തവർ ട്രൈ ചെയ്യണേ. അടുത്തത് പ്രതിരോധ ശേഷിക്ക് അത്യുത്തമമായിട്ടുള്ള ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ചേരുവകൾ: ക്യാരറ്റ് 2 എണ്ണം, ഓറഞ്ച് 2 എണ്ണം, ഇഞ്ചി 1 ചെറിയ കഷ്ണം, പഞ്ചസാര അല്ലെങ്കിൽ തേന് ആവശ്യത്തിന്, ഐസ് ക്യൂബ്സ് ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഓറഞ്ച് തൊലിയും കുരുവും കളഞ്ഞെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ്, ഓറഞ്ച്, ഇഞ്ചി, പഞ്ചസാര, ഐസ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇനി ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസ് റെഡിയായി. അടുത്ത റെസിപ്പി പാഷൻ ഫ്രൂട്ട് ലെമൺ ജ്യൂസാണ്. ചേരുവകൾ: പാഷൻ ഫ്രൂട്ട്സ് 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, ചെറുനാരങ്ങ നീര് 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര പാകത്തിന്, ഐസ് ക്യൂബ്സ് കുറച്ച്, തണുത്ത വെള്ളം 2.5 കപ്പ്. തയ്യാറാക്കുന്ന വിധം: പാഷൻ ഫ്രൂട്ട് തോടുമാറ്റി അകത്തെ സഞ്ചി പോലെയുള്ള പാടയ്ക്കകത്ത് നിന്നും ജ്യൂസും കുരുവും 1 കപ്പിലേക്ക് എടുത്ത് ബാക്കി വന്ന പാടഭാഗങ്ങളും ഇഞ്ചി, ചെറുനാരങ്ങ നീര്, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, തണുത്ത വെള്ളം എന്നിവ മിക്സറിൽ നന്നായി അടിച്ച് വേണമെങ്കിൽ വലിയ കണ്ണുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് പാഷൻ ഫ്രൂട്ട് ജ്യൂസും കുരുവും മാറ്റി വച്ചതുകൂടി ചേർത്ത് 1 സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കിയെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കണം. 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാകും. ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന ആരോഗ്യകരമായ വളരെ രുചികരമായ പാഷൻ ഫ്രൂട്ട് ലെമൺ ജ്യൂസ് റെഡി. അടുത്ത റെസിപ്പി ഫ്രൂട്ട് സലാഡാണ്. ചേരുവകൾ: പഴങ്ങൾ ആവശ്യത്തിന്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, പാൽ 5 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, ഐസ്ക്രീം ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പഴങ്ങൾ എല്ലാം മുറിച്ച് അതിലേക്ക് പാൽ, പഞ്ചസാര, വാനില എസൻസ്, ഐസ്ക്രീം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സെറ്റാവാൻ ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വയ്ക്കുക. ഈ സമയം കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ മാങ്ങ ജ്യൂസ് തയ്യാറാക്കി തണുക്കാൻ വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ പഴങ്ങൾ, ഐസ്ക്രീം, ജ്യൂസ് എന്നിങ്ങനെ ലെയറായി സെറ്റ് ചെയ്തെടുത്താൽ ഹോം മെയ്ഡ് ഫ്രൂട്ട് സലാഡ് റെഡി. ഇനി അടുത്തത് വെന്ത മുന്തിരി ജ്യൂസാണ്. മുന്തിരി അതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ജ്യൂസാണ് നമ്മൾ പൊതുവെ കാണുന്നത്. എന്നാൽ മുന്തിരി വേവിച്ചും ജ്യൂസാക്കാം. ജോലി അല്പം കൂടുതലാണെങ്കിലും ഈ വേനലിൽ വീട്ടിലെത്തുന്ന അതിഥികളെ ഈ വെറൈറ്റി ജ്യൂസ് നൽകി നമുക്ക് സ്വീകരിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: കറുത്ത മുന്തിരി 1 കിലോ, വെള്ളം 12 കപ്പ്, പഞ്ചസാര 4 കപ്പ്, ഏലക്ക 2-3 പൊടിച്ചത്. തയ്യാറാക്കുന്ന വിധം:
മുന്തിരി അല്പം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ചു നേരം ഇട്ടുവെച്ച് വൃത്തിയാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ചു തുടങ്ങുമ്പോൾ മുന്തിരിയും പറഞ്ഞിരിക്കുന്ന അളവിലുള്ള പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കുക. മുന്തിരി ചെറുതായി പൊട്ടിത്തുടങ്ങുമ്പോൾ തീ അണച്ച് അടപ്പ് വെച്ച് മൂടി 2 മണിക്കൂർ വയ്ക്കുക. പിന്നീട് നല്ല വൃത്തിയുള്ള ഒരു നേരിയ തുണിയിൽ കൂടി അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് തണ്ണിമത്തൻ ജ്യൂസാണ്. തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തണ്ണിമത്തൻ 3-4 കഷ്ണം, പഞ്ചസാര ആവശ്യത്തിന്, നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ. ഒരു സിമ്പിൾ ജ്യൂസ് റെസിപ്പിയാണിത്. തണുപ്പിച്ച തണ്ണിമത്തൻ ചെറുതായി കുനുകുനാ കൊത്തി നുറുക്കുക. ഇതിലേക്ക് നാരങ്ങാ നീരും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുക. ജ്യൂസ് റെഡിയായി. അടുത്ത റെസിപ്പി കുലുക്കി സർബത്താണ്. ചേരുവകൾ: നന്നാരി സിറപ്പ് 4 ടീസ്പൂൺ, നാരങ്ങാ നീര് 3 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ. ഐസ് ക്യൂബുകൾ, അരിഞ്ഞ പച്ചമുളക് 1, അരിഞ്ഞ പുതിനയില, കുതിർത്ത സബ്ജ വിത്തുകൾ 1/4 കപ്പ്, വെള്ളം അല്ലെങ്കിൽ സോഡ 1 കപ്പ്. അരിഞ്ഞ എല്ലാ ചേരുവകളും പൊടിച്ച ഐസും ഒരു കോക്ടെയിൽ ജാറിലോ വാട്ടർ ബോട്ടിലിലോ ഇട്ട് വയ്ക്കുക. പഞ്ചസാരയും നാരങ്ങാ നീരും ഇതിലേക്ക് ചേർക്കുക. അവസാനം കുതിർന്ന ബാസിൽ വിത്തുകളും 1 കപ്പ് വെള്ളവും എടുക്കുക. മൂടി അടച്ച് പഞ്ചസാര അലിഞ്ഞു പോകുന്നത് വരെ ഇത് കുതിരാൻ വയ്ക്കുക. ശേഷം നന്നായി കുലുക്കിയെടുക്കുക. അടുത്ത റെസിപ്പി സ്ട്രോബെറി സ്മൂത്തിയാണ്. ചേരുവകൾ: സ്ട്രോബെറി 12 എണ്ണം, പാൽ 1 കപ്പ്, വാനില ഐസ്ക്രീം 3 സ്കൂപ്പ്, പഞ്ചസാര 3 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: സ്ട്രോബെറി ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കുക. ഒരു മിക്സി ജാറിലേക്ക് സ്ട്രോബെറി കഷ്ണങ്ങളും പഞ്ചസാരയും 1/2 കപ്പ് പാലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മിക്സിലേക്ക് 3 സ്കൂപ്പ് വാനില ഐസ്ക്രീമും 1/2 കപ്പ് പാലും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക. സ്ട്രോബെറി സ്മൂത്തി റെഡിയായി.